അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഖുർആൻ തദ്രീബു തിലാവയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തത്, ഉദാഹരണങ്ങളിലെ ശരിമാർക്ക് അടയാളപ്പെടുത്താം. ഇവിടെ താഴെയുള്ള ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, കലിമത്തുൻ സബഖത്. കലിമത്തുൻ സബഖത്. ഇവിടെ ഇദ്ഹാറാണോ ഇദ്ഗാമാണോ ഇഖ്ഫാ ആണോ? കലിമത്തുൻ എന്ന് പറയുമ്പോൾ തൻവീനാണ്, തൻവീൻ ലമ്മ്, ശേഷം സീനാണ്. തൻവീനിന് ശേഷം സീൻ വന്നാൽ ഏതായിരുന്നു നിയമം? ഇഖ്ഫാ ആയിരുന്നു, മറച്ചു മണിക്കണം. കലിമത്തുൻ സബഖത്, അങ്ങനെ മറച്ചു മണിക്കുകയാണ് വേണ്ടത്. അതിന് ഇഖ്ഫാ എന്നാണ് പറയുക. ഇഖ്ഫാ എന്ന കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത്, തവ്വാബുർ റഹീം. ബാഇന് തൻവീനാണ്, ശേഷം റാ ആണ്. സാക്കിനായ നൂന് അല്ലെങ്കിൽ തൻവീന്, അതിനുശേഷം ലാമോ റാഓ വന്നാൽ ഇദ്ഗാമുൻ ബിലാഉന്നയാണ്. ഇദ്ഗാം ചെയ്യണം, പക്ഷെ മണിക്കാൻ പാടില്ല. തവ്വാബുർ റഹീം, ഇദ്ഗാമുൻ ബിലാഉന്നയാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി മൂന്നാമത്തത്, അയ്യകൂല. സാക്കിനായ നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. യാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാമുൻ ബിഉന്നയാണ് ചെയ്യേണ്ടത്. ഇദ്ഗാമുൻ ബിഉന്നയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇദ്ഹാർ, ഇഖ്ലാബ്, ഇദ്ഗാമുൻ ബിഉന്ന, മൂന്ന് ഓപ്ഷനുകളുണ്ട്. ഏതാണ് ശരിയായ ഉത്തരം? ഇദ്ഗാമുൻ ബിഉന്ന. ഇദ്ഗാമുൻ ചെയ്യണം, അതുപോലെ ഉന്നത്ത് മണിക്കുകയും വേണം. അയ്യകൂല, ആ രൂപത്തിലാണ് അവിടെ ഓതേണ്ടത്. ഇനി നാലാമത്തത്, വമിൻ ഖൽഫി. വമിൻ ഖൽഫി, സുക്കൂനുള്ള നൂനിന് ശേഷം ഖാ വന്നു, ഹൽക്കിന്റെ അക്ഷരമായ ഖാ വന്നു. അവിടെ എന്താ ചെയ്യേണ്ടത്? ഇദ്ഹാറാണോ ഉന്നത്താണോ ഇദ്ഗാമാണോ? ഇദ്ഹാർ ചെയ്യണം. സുക്കൂനുള്ള നൂനിന് ശേഷം ഖാ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി അടുത്തത്, മിൻ ബഅദു. മിൻ ബഅദു, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇഖ്ലാബ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇഖ്ലാബ് ചെയ്യണം. ആ നൂനിനെ മീമാക്കി മറിച്ച് ഓതുകയാണ് വേണ്ടത്. മിം മിൻ ബഅദ്, അവിടെ ഇഖ്ലാബാണ് ചെയ്യേണ്ടത്, രണ്ടാമത്തെ ഓപ്ഷൻ. ഇങ്ങനെ ശരി ഉത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് ഇടുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹുറൂഫുൽ ജൗഫ്. ഹുറൂഫുൽ ജൗഫ് ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് തന്നിട്ടുണ്ട്. മദ്ദിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. ഇതിന്റെ മഖ്റജ് ഏതായിരുന്നു? ജൗഫ് ആയിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ താഴെയുള്ള ഉദാഹരണത്തിൽ നിന്നും ഏതെല്ലാമാണ് ഹുറൂഫുൽ ജൗഫ് എന്ന് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഊഹിയ. ഊഹിയ, അവിടെ ഏതാണ് ഹുറൂഫുൽ ജൗഫ്? ഊ എന്ന് പറയുമ്പോൾ അവിടെ ഊ എന്നുള്ളതിന് നീട്ടാൻ ഏതാണ്? വാവാണ്, അല്ലെ? ഊഹിയ, അതിലെ ഹുറൂഫുൽ ജൗഫ് വാവാണ്. വാവ് എന്ന് ആ ബോക്സിലേക്ക് എഴുതുകയാണ് വേണ്ടത്. അടുത്തത് രണ്ടാമത്തത്, യഹ്ദി. യഹ്ദി, ദീ, കണ്ടോ? ആ ദാലിനെ നീട്ടാൻ ഏതാണ്? യാ ആണ്. കസറിനെ നീട്ടാൻ യാ. അപ്പോൾ യാ എന്ന് ബോക്സിലേക്ക് എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത്, സമിഅന. സമിഅന, അവിടെ നൂനിന്റെ കൂടെ അലിഫ് ഉണ്ട്. നാ നീട്ടാൻ ഏതാണ്? ഫതഹിനെ നീട്ടാൻ അലിഫ്. അപ്പോൾ അവിടെ അലിഫ്, വാവ്, യാ, അലിഫ് എന്നിങ്ങനെ ആ ബോക്സിൽ ഓരോ ബോക്സിലായി എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത്, താഴെ ഉദാഹരണങ്ങളിലെ ഹൽക്കിന്റെ അക്ഷരത്തിന് റൗണ്ട് ചെയ്യാം. ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 6 എണ്ണമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ താഴെയുള്ള ഉദാഹരണത്തിൽ നിന്ന് ഹൽക്കിന്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, സാഹിബുൻ. സാഹിബുൻ, അവിടെ ഏതാണ് ഹൽക്കിന്റെ അക്ഷരം? ഹ ആണ്. ഹായിനിക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം. താവൂൻ. താവൂൻ, അവിടെ ഏതാണ്? ഗൈനാണ്. ഗൈന്. ഗൈനിക്ക് റൗണ്ട് ചെയ്യണം. ഇതാണ് തദ്രീബു തിലാവയുടെ ചോദ്യപേപ്പർ. ഇനി ഖുർആൻ ഓത്ത് മുസഹഫിൽ നിന്ന് നോക്കി ഓതാനുള്ള ഭാഗം ഏതായിരുന്നു? സൂറത്തുൽ അഹ്കാഫിൽ നിന്ന് 10, 11 ആയത്തുകൾ. ഖുൽ അറഅയ്തും എന്നത് മുതൽ ഹാദാ ഇഫ്കുൻ ഖദീം എന്നത് വരെ ഓതുകയാണ് വേണ്ടത്.
അതിലെ മാർക്കിന്റെ മാനദണ്ഡം എങ്ങനെയാണ്? ഒന്നാമത്തത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം നടത്തിയിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. കൃത്യമായ അക്ഷരങ്ങൾ അതിന്റെ മഖ്റജിൽ നിന്നെല്ലാം ഉച്ചരിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് പാരായണം ചെയ്തത് എങ്കിൽ 20 മാർക്ക് ലഭിക്കും. ഇനി അതിൽ ശ്രദ്ധിക്കാനുള്ള തജ്വീദിന്റെ നിയമങ്ങൾ. ഇൻകാന എന്നതിൽ നൂനിനെ ഇഖ്ഫാ ചെയ്തതിന് 4 മാർക്ക്. ഇൻകാന എന്ന് പറയുമ്പോൾ ആ സാക്കിനായ നൂനിനെ, സുക്കൂനുള്ള നൂനിനെ മറച്ച് മണിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഖ്ഫാ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. മിൻ ഇൻദില്ലാഹ് എന്നതിലെ നൂനിനെ ഇദ്ഹാർ ചെയ്തതിന് 4 മാർക്ക്. മിൻ സുക്കൂനുള്ള നൂനല്ലേ, ശേഷം ഐന് വന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇദ്ഹാർ ചെയ്യണം. മിൻ ഐ അങ്ങനെ ഇദ്ഹാർ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. മിൻ ബനി എന്നതിലെ നൂനിനെ ഇക്ലാബ് ചെയ്തതിന് 4 മാർക്ക്. മിൻ ബനി അവിടെ സുക്കൂനുള്ള നൂന് ശേഷം ബാ വന്നു, അവിടെ ഒരു വാല് താഴോട്ടായിട്ടുള്ള മീമ് കാണുന്നില്ല, എന്താണ് അതിന്റെ അർത്ഥം? ഇക്ലാബാണ്, മറിച്ച് മണിക്കുകയാണ് വേണ്ടത്. മിൻ ബനി അങ്ങനെ ഇക്ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. ഇന്നല്ലാഹ എന്നതിലെ ഷദ്ദുള്ള നൂനിനെ ഉന്നത്ത് ചെയ്തതിന് 4 മാർക്ക്. ഇന്ന ഷദ്ദുള്ള നൂനും മീമൊക്കെ ഉന്നത്ത് ചെയ്യണം, മണിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഇന്നല്ലാഹ അങ്ങനെ നൂനിനെ ഉന്നത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. ഖൈറമ്മ എന്നതിലെ തൻവീനിന് ശേഷം ഷദ്ദുള്ള മീമിന് ഉന്നത്ത് ചെയ്തതിനും 4 മാർക്ക്. ഖൈറമ്മ അങ്ങനെ മ എന്ന് മണിച്ചോതിയിട്ടുണ്ടെങ്കിൽ 4 മാർക്ക്. ഇതാണ് ഖുർആനിന്റെ നോക്കിയോത്തിലുള്ള മാർക്കിന്റെ മാനദണ്ഡം. ഇനി അടുത്തത് ഹിഫ്ള്. ഒന്നാമത്തത് സൂറത്തുൽ ഖദർ പൂർണ്ണമായും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ 30 മാർക്ക്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ പൂർണ്ണമായും ഓതിയിട്ടുണ്ടെങ്കിൽ അവിടെ 30 മാർക്ക് നമുക്ക് ലഭിക്കും. ഇനി അടുത്തത് രണ്ടാമത്തത് റബ്ബന അഫ്രിഗ് അലൈന മുതൽ അലൽ ഖൗമിൽ കാഫിരീൻ എന്നതുവരെ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. നമ്മൾ തദ്രീബു തിലാവയിൽ ഓരോ പാഠത്തിന്റെയും അവസാനത്തിൽ പല ദുആകളും പറഞ്ഞിരുന്നു, ഖുർആനിൽ നിന്നുള്ള ദുആകൾ. റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇങ്ങനെ ഈ ദുആവ് പൂർണ്ണമായും ഓതിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. ഈ രൂപത്തിൽ ഹിഫ്ളിന് 50 മാർക്കും അതുപോലെ ഖുർആൻ തദ്രീബു തിലാവ രണ്ടും കൂടെ 50 മാർക്ക്. ഇങ്ങനെയാണ് തദ്രീബു തിലാവ ഖുർആൻ പരീക്ഷയുടെ മാർക്കിന്റെ മാനദണ്ഡം. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ എഴുതുകയും ഓതിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.